ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൻ. കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല കേട്ടോ, ടുട്ടൂസ് കിച്ചൻ 1K ആയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എല്ലാവരുടെ സപ്പോർട്ടിനും ലൈക്ക് ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കുക്കീസിൻ്റെ ആണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കുക്കീസാണ്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. ഇതിലും ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്കിൽ തന്നെയും കുറച്ച് സീഡുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഒക്കെ ആഡ് ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഒരു 50 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ടർ ഇതാ നല്ല രീതിയിലൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടയുടെ കുക്കീസാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കുക്കീസ് ആയിരുന്നു. പക്ഷേ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഹെൽത്തി അല്ല. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് സംഭവം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 50 ഗ്രാം ബട്ടറും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് അതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതി ഉണ്ട്. കുഞ്ഞിയുടെ കൈ വന്നിട്ടുണ്ട്, കുഞ്ഞിതാ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് എൻ്റെ ഇടയ്ക്കൂടെ. ഇനി നല്ല രീതിയിൽ അതൊന്ന് എല്ലാ രീതിയിലും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ 1 കപ്പ് ആട്ടയാണ്. നിങ്ങളത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുത്തോളൂ. ഇന്ന ബ്രാൻഡെന്നൊന്നും ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ആട്ട എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് എന്ന് വെച്ചാൽ 1/2 കപ്പിൻ്റെ പകുതി കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മളുടെ സോഡാപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ കുറച്ച് സീഡുകൾ ചേർക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഫ്ലാക്സ് സീഡാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ പംകിൻ സീഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും. വളരെ ഹെൽത്തി അല്ലേ. അപ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ അളവ് കുറവായി തോന്നുന്നു, കാരണം ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തു, പിന്നെ 1 സ്പൂൺ കൂടെ ആഡ് ചെയ്തു. പിന്നെ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെള്ള എള്ളില്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കൈവച്ച് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടില്ലേ. എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ബട്ടറും എല്ലാം പഞ്ചസാരയൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ അങ്ങോട്ട് എത്തണം. അപ്പോൾ നമ്മുടെ കൈവച്ച് തന്നെ അതങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് വേണം നമ്മൾ വെള്ളം ഒരു 1/4 കപ്പ് പോലും വേണ്ടി വരത്തില്ല. ഒരുപാടങ്ങ് ലൂസാകരുത്, ഒരുപാടങ്ങ് ടൈറ്റ് ആകരുത്. ഒരു പരുവത്തിനെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ പരുവം അനുസരിച്ച് വേണം അത് എടുക്കാനായിട്ട്. ഒരു 1/4 കപ്പ് വെള്ളം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വേണ്ടി വരില്ല കേട്ടോ. നമ്മളിനി അത് കൈവച്ച് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ പുട്ടിനൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് തന്നെ കുഴക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബട്ടറൊക്കെ എല്ലായിടത്തും എത്തണം. എങ്കിലേ ആ കുക്കീസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്ത് തന്നെ ഒന്ന് വെള്ളം ചേർക്കുന്നതിന് മുൻപായിട്ട് കൈവച്ച് നല്ല രീതിയിൽ ടൈം എടുത്ത് തന്നെ ഒരു 5 മിനിറ്റോളം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. വെള്ളം ഇനി നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നൊരു 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1 മണിക്കൂർ ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. കവറൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് പരത്തുക. നമ്മുടെ ചപ്പാത്തിയുടെ പലകയില്ലേ, അതിൽ വെച്ചിട്ട് നമ്മളൊന്ന് പരത്തിയതിന് ശേഷം കുക്കീസിൻ്റെ മറ്റേ കട്ടറൊന്നും ഇല്ല എങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ടിന്നിൻ്റെ ഒരു മോൾ ഭാഗം വെച്ചിട്ട് ഞാൻ അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, ഒരുപാട് അങ്ങ് തിക്കാകാനും പാടില്ല. കുക്കീസിൻ്റെയൊക്കെ ഒരു പരുവം നമുക്കറിയാമല്ലോ, ആ ഒരു കനത്തിലേ ആവാൻ പാടുള്ളൂ. ഇത് 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഓവനിൽ വെക്കുന്നുണ്ട്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്തിരുന്നു. രണ്ടും ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഹെൽത്തി ആയിട്ട് തോന്നുന്നത് നമുക്ക് ഓവനിൽ വെക്കുന്നത്. വെച്ചാൽ ഓയിലൊന്നും അതിൽ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ടിന്നിൻ്റെ മോൾ ഭാഗം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇതൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും അടുത്ത സെഷൻ നമ്മൾ ഇതുപോലെ തന്നെ പരത്തിയതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, ഈസിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കീസ്. കണ്ടില്ലേ, ഞാനിപ്പം ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട്
നമ്മളിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ഞാനത് പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ 10-15 മിനിറ്റ് അതിൽ കൂടുതലൊന്നും പോകില്ല കേട്ടോ. അതിന് മുമ്പിൽ തന്നെ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്കാണ് വെക്കുന്നത്. അതിനുള്ളിൽ തന്നെ അത് സെറ്റായി കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അത് ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. അതും ഞാൻ കാണിച്ചു തരാം. മറ്റേതിപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കുക്കീസാണ്. മൾട്ടി ഗ്രെയിൻ ആണ്. നമ്മുടെ ഫ്ലാക്സ് സീഡ് ഉണ്ട്, പംകിൻ സീഡ് ഉണ്ട്, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. എണ്ണയിൽ ഇടുകയാണ് കേട്ടോ. എണ്ണയിലിട്ട് ഞാൻ ഫ്രൈ ചെയ്യാണ്. അതും ടേസ്റ്റിന് കുറവൊന്നുമില്ല. പിന്നെ എണ്ണയിൽ വറക്കുന്ന ഇഷ്ടമല്ല. അതാണ് മറ്റേ ഞാൻ ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കുക്കീസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ എണ്ണയിൽ വറുത്തതാണ് ഇപ്പുറത്തിരിക്കുന്നത്, ഇച്ചിരി ഡാർക്കായിട്ടുള്ളത്. മറ്റേ നമ്മൾ ഓവനിൽ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓവനിലാകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് കിട്ടും. പിന്നെ ഓവനൊന്നും എല്ലാവരുടെയും കയ്യിൽ ഇല്ല എങ്കിൽ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുക. വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ എടുക്കാവുന്നതാണ്. നമ്മളുടെ ഫ്രൈങ് പാനെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.